ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. സോ ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിൽ പാകിസ്ഥാൻ ഹോസ്റ്റ് ചെയ്ത ഒരു മീഡിയേഷൻ നടന്നു. ആ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ US പ്രസിഡൻറ്റ് JD വാൻസ്, ഇസ്രായേലീസ് ആൻഡ് ഇറാൻ്റെ പ്രതിനിധികൾ അവർ വിവിധ ഫ്ലോറുകളിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പാകിസ്ഥാനോട് സംസാരിച്ച് അവിടുത്തെ യുദ്ധം ഇല്ലാതാക്കാൻ, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മീഡിയേഷൻ ടോക്സ് ഇസ്ലാമാബാദിൽ നടന്നു. അത് അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആസ് എക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് പരാജയമായി. പാകിസ്ഥാന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഫെയിലായി. പാകിസ്ഥാനോട് ഇത് ചെയ്യിക്കാൻ പറഞ്ഞത് അമേരിക്കയാണ്. ഓക്കെ, അമേരിക്കയ്ക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുമല്ലോ നീ ടോക്കിന് വരുന്ന അവർ തോൽക്കുമെന്നുള്ള അവരുടെ ഒരു വിന്നിങ് വിന്നിങ് പൊസിഷനിൽ നിന്ന് അവർ താഴോട്ട് വരുന്ന ഒരു രീതിയായിരിക്കും അത്. അതുകൊണ്ടാണ് പാകിസ്ഥാനോട് ഇത് ചെയ്യിക്കാൻ പറഞ്ഞത്. അപ്പോൾ പാകിസ്ഥാൻ മീഡിയ കംപ്ലീറ്റ് പറയുന്നത് ഇന്ത്യക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് അവരിതിന് മുതിരാതിരുന്നത് എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ. കാരണം ഈ ടോക്സ് തീർന്നു. അതിന് വേറൊരു സംഭവം വരുന്നതെന്ന് വെച്ചാൽ, പാകിസ്ഥാനും ഇറാനും അതിർത്തി പങ്കിടുന്ന 800 പരം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഈ ടോക്ക് നടന്ന എങ്ങനെയെങ്കിലും ഈ സംഭവം, ഈ പുല്ലൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ സമാധാനമായി എന്ന് വിചാരിക്കുന്നതാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ 27% പോപ്പുലേഷൻ ഷിയ കമ്മ്യൂണിറ്റിയാണ്. ഷിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കളെല്ലാം ഇറാനിലാണ്. ഇറാനിൽ ഷിയ കൺട്രിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇറാനെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, എന്നാൽ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന പൈസ ഓർത്ത് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു ത്രിശങ്കു സ്വർഗത്തിലാണ് നമ്മുടെ പാകിസ്ഥാൻ ഇപ്പോഴുള്ളത്. എനിവേസ്, ലെറ്റ് us see what happens further. അതിനിടയ്ക്ക് ട്രംപും പോപ്പും മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മാർപ്പാപ്പ യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞു പോപ്പ് നല്ലൊരു പോപ്പായിരുന്നാൽ മതി, ലോ ആൻഡ് ഓർഡറിൽ ഇടപെടരുത്, രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. പോപ്പ് പിന്നെ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്, പോപ്പിനെ അങ്ങനെ വരട്ടാനൊന്നും നോക്കണ്ട, അമേരിക്ക പേടിക്കുന്ന ഒരു പോപ്പൊന്നും അല്ല ഈ പോപ്പ് എന്ന്. എനിവേസ്, ലോകമൊട്ടാകെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് നടന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മൾ രണ്ട് കൺട്രികൾ, ടർക്കിയെ, ഉഗാണ്ട. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടർക്കി ഓഫ് കോഴ്സ് ഇതിലൊക്കെ ഇടപെടുന്നൊരു രാജ്യമാണ്. എല്ലാവർക്കും അറിയാം, നമുക്കും എഗൻസ്റ്റും അവർ പാകിസ്ഥാനെ സഹായിച്ച ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉഗാണ്ട ഇവിടുന്ന് ചാടി വീണു. ഇപ്പോഴും ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഉഗാണ്ടയുടെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ്, അവരുടെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, മുഹൂജി കൈനാരുഗാവ. മുഹൂസി കൈനാരുഗാവ എന്ന അവരുടെ സൈന്യാധിപൻ, ഹൂ ഈസ് ഓൾസോ സൺ ഓഫ് എ പ്രസിഡൻറ്റ് യോവേരി മുസവേനി, ഉഗാണ്ടൻ പ്രസിഡൻറ്റിൻ്റെ മകനും കൂടിയാണ് അയാൾ. ഓക്കെ, അയാൾ ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ് $1 ബില്യൺ ഫ്രം ടർക്കിയെ. അത് മാത്രമല്ല, ആൻഡ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദി കൺട്രി ആസ് ഹിസ് വൈഫ്. അതായത് ടർക്കിയയിലുള്ള ഏറ്റവും സുന്ദരിയായ യുവതിയെ കൂടെ എനിക്ക് എൻ്റെ ഭാര്യയായി തരണം. എന്താ ചോദിച്ചത്? $1 ബില്യൺ ആൻഡ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ടർക്കിയെ ആസ് ഹിസ് വൈഫ്. എടാ മഹൂജി കൈനാരുഗാവ, നിൻ്റെയൊക്കെ ഒരു ആഗ്രഹം ഭയങ്കരമാണല്ലോ. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബന്ധമാണ്. വാട്ട് മെയ്ഡ് ഹിം ഡിമാൻഡ് സച്ച് എ തിങ്, ബിസയർ തിങ്? ഇതുപോലൊരു ഭ്രാന്തമായ ഒരാശയത്തിന് ഇങ്ങനെ ഒരു ഡിമാൻഡ് വെക്കാൻ, വാട്ട് മെയ്ഡ് ഉഗാണ്ട തിങ്സ് ലൈക്ക് ദി? ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കാനും ഉഗാണ്ടയ്ക്ക് എന്ത് കാര്യം എന്നുള്ള ഒരു വിഷയം ആരും ചിന്തിക്കും ആ സമയത്ത്. സത്യം പറഞ്ഞാൽ കൈനേരുഗാവ ക്ലെയിംഡ് ദി ഉഗാണ്ടാസ് കോൺട്രിബ്യൂഷൻ ടു റീജിയണൽ സെക്യൂരിറ്റി എഫേർട്സ് had gone unrecognized and that financial compensation was due. ഉഗാണ്ട പറയുന്നത്, അതായത് ഈ
കൈനേരുഗൂബ പറയുന്ന സംഭവം എന്താ വെച്ചാൽ, ടർക്കിയേക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് വർക്ക്സ് നടക്കുന്നുണ്ട്, പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. എവിടെ? സോമാലിയ. ഇൻട്രസ്റ്റിംഗ്. സോമാലിയ എന്ന് പറഞ്ഞാൽ പരമ ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥലമാണ്. അവിടുത്തെ സോമാലിയൻ കുട്ടികളുടെ ന്യൂട്രീഷൻ ഇല്ലാത്ത മരിക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ WHO അതുപോലെ റെഡ് ക്രോസ് സംഘങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. UN ഒരുപാട് ഇതിനെ പറ്റിയിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. UN റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സൊമാലിയ എന്ന് ഓർക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പട്ടിണിപ്പാവങ്ങളായ കുറച്ച് കുട്ടികളെ മാത്രമാണ് ഓർമ്മയിൽ വരിക സൊമാലിയ. പിന്നെ ഓർമ്മയിൽ വരുന്നത് കൊച്ചു സൊമാലിയൻ പൈറേറ്റ്സ്, അവിടെ കടൽക്കരയിൽ കടൽ കൊള്ളക്കാരായി ജീവിക്കുന്ന കുറച്ച് പേര്. ഏതെങ്കിലും ഷിപ്പ് വന്നാൽ തരം കിട്ടിയാൽ അവരെ ആക്രമിച്ച് ആ കൊള്ളയുടെ പങ്ക് പറ്റി ജീവിക്കുന്ന കുറച്ച് ആളുകൾ. അങ്ങനെയൊക്കെയാണ് നമുക്ക്. ആ ഒരു അവസരത്തിലാണ് ഈ സൊമാലിയയിൽ പോയി കുറേ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു ചൈനയുടെ രീതി അവലംബിച്ചുകൊണ്ട് ടർക്കിയെ തുടങ്ങിയത്. അപ്പോൾ അതിനുള്ളൊരു സെക്യൂരിറ്റി കൊടുക്കാനുള്ള കഴിവൊന്നും ഈ പാവം പിടിച്ച കൺട്രി സൊമാലിയക്ക് ഇല്ല. അതുകൊണ്ട് ഉഗാണ്ടയുമായിട്ടുള്ള ഒരു ടൈപ്പാണ്. ഉഗാണ്ടൻ സൈന്യം വന്ന് ഇവിടെ സെക്യൂരിറ്റി കൊടുക്കും. എവിടെ? സൊമാലിയയിൽ. എന്തിന്? ഈ ടർക്കിഷ് പ്രോജക്ട്സുകൾക്ക്. അപ്പോൾ ഈ ഉഗാണ്ടയുടെ സൈന്യാധിപൻ മൊഹൂജി കൈനാരുഗാബ ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളെ എഫേർട്സിനൊന്നും അവർ റെക്കഗ്നൈസ് പ്രോപ്പർലി ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട്, അതുകൊണ്ട് $1 ബില്യൺ ഇറക്ക്, അതുപോലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെങ്ങതാ എന്നാണ് ഡിമാൻഡ്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഉഗാണ്ട പറയുന്നത് ഞങ്ങളുടെ സെക്യൂരിറ്റി കവർ കാരണമാണ്, ഇത്രയും നല്ല സെക്യൂരിറ്റി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ടർക്കി എന്ന രാജ്യത്തിന് സൊമാലിയയിൽ എല്ലാ പ്രോജക്റ്റ് വർക്കും ചെയ്യാൻ പറ്റുന്നത്. അതർവൈസ് അവിടെയുള്ള ആളുകളൊക്കെ വളരെ എന്താ പറയുന്നത്, ബാഡ് എലമെൻസാണ്, കൊള്ളക്കാരാണ്, കള്ളന്മാരാണ്. അപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റി പ്രകാരമാണ് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് അവിടെ നടപ്പിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ളൊരു അംഗീകാരം ഇതുവരെ തന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഈ കൈനേരുഗാബ ഓൾസോ ത്രട്ടൻ ടു കട്ട് ഡിപ്ലോമാറ്റിക് ടൈസ് with Turkey and close its embassy in Kampala within 30 days if his demands are not met. അവൻ്റെ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ അവൻ എല്ലാ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളും വിച്ഛേദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പാല, അതായത് ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലുള്ള ടർക്കിഷ് എംബസി വരെ അടച്ചു പൂട്ടുമെന്നാണ് പറയുന്നത്. അതിന് മറുപടിയായിട്ട് ഞങ്ങളുടെ എംബസി നിങ്ങളും പൂട്ടുക, നോ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഹി ഹാസ് ഓൾസോ മെയ്ഡ് സെപ്പറേറ്റ് കോൺട്രവേഴ്ഷ്യൽ റിമാർക്ക് ആസ്കിങ് ടർക്കിയെ ടു ഹാൻഡ് ഓവർ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൻ ഇൻ ദി കൺട്രി, സെയിങ് ഹി വുഡ് മാരി ഹെർ. നിങ്ങൾ ഏറ്റവും സുന്ദരിയായ യുവതിയെ തന്നു, ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എ സീരീസ് ഓഫ് പോസ്റ്റ് ഓൺ എക്സ്, Kainerugaba accused Turkey of benefiting from business and infrastructural projects in Somalia, including ports and airports in the capital, Mogadishu. സൊമാലിയയുടെ ക്യാപിറ്റലാണ് മൊഗാഡിഷുവിലുള്ള എയർപോർട്ട്, പോർട്ടുകൾ, തുറമുഖങ്ങൾ, ഇതെല്ലാം അവർ പ്രോജക്റ്റ് ചെയ്തിരുന്നു. അതിനെല്ലാം എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിനും ഞങ്ങൾ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ എത്രയും ബെനിഫിറ്റ് പറ്റിയിട്ടും ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും തരുന്നില്ല എന്നുള്ളതാണ് ഉഗാണ്ടയുടെ ഡിമാൻഡ്. He claimed that while Turkey was earning profits from these projects, Uganda had been carrying a heavy security responsibility for many years. ഇവർ കാശുണ്ടാക്കുന്നു, ടർക്കി അവിടെ പൈസ ഉണ്ടാക്കുന്നു, ഞങ്ങളാണെങ്കിൽ ഈ സെക്യൂരിറ്റി റെസ്പോൺസിബിലിറ്റി എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങളാണ് നോക്കി വരുന്നത്, ഞങ്ങൾക്ക് വേണ്ട വിധത്തിലൊന്നും കിട്ടുന്നില്ല. ഉഗാണ്ട ഹാസ് ഡിപ്ലോയ്ഡ് ട്രൂപ്സ് ഇൻ സൊമാലിയ ഫോർ നിയർലി 2 decades. 20 വർഷത്തോളം, 2 ദശകങ്ങളായി, 20 വർഷത്തോളമായിട്ട് അവിടെ ട്രൂപ്സിനെ വിന്യസിച്ചിരിക്കുകയാണ് ഉഗാണ്ട ആസ് എ പാർട്ട് ഓഫ് ആഫ്രിക്കൻ യൂണിയൻ മിഷൻസ്, മെയിൻലി ടു ഫൈറ്റ് ദി അൽ സബാബ് മിലിറ്റന്റ് ഗ്രൂപ്പ് വിച്ച് ഈസ് ലിങ്ക്ഡ് ടു അൽ ഖ്വയ്ദ. അൽ ഖ്വയ്ദയുടെ ഒരു വിഭാഗമായ അൽ സബാദ് എന്നുള്ള മിലിറ്റന്റ് ഗ്രൂപ്പ് സൊമാലിയയിൽ സജീവമാണ്. അവരിൽ നിന്നൊക്കെ ഈ പ്രോജക്ട്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഉഗാണ്ട ഈ സെക്യൂരിറ്റി വർക്ക്സുകളും സെക്യൂരിറ്റി കവറെല്ലാം കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഡിമാൻഡ് ഇത്രയും മോശമായ ഡിമാൻഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട പൈസയൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഇതുപോലൊരു ബിസേർ
ഡിമാൻഡ് അവർ ഒരിക്കലും വെക്കായിരുന്നു. ഹി സെഡ് ഉഗാണ്ട ഷുഡ് റിസീവ് $1 billion. ഓക്കെ, ടർക്കി ആസ് എ സെക്യൂരിറ്റി ഡിവിഡൻഡ് ആയിട്ട് ഞങ്ങൾക്ക് $1 ബില്യൺ, കോടിയല്ല കേട്ടോ, $1 ബില്യൺ തരണം എന്നാണ് പറയുന്നത്. ഫോർ ടർക്കി ഇറ്റ്സ് എ റിയലി സിമ്പിൾ. ടർക്കിക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, അവരുടെ കാശുള്ള ടീമല്ലേ എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവൻ ഈ പെണ്ണിനെ ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് ഇത് വല്ലാത്തൊരു ഡിമാൻഡായിട്ട് തോന്നുന്നത്. വല്ല പൈസ മാത്രം ചോദിച്ചിരുന്നെങ്കിൽ നമുക്കാർക്കും ഇതൊരു വാർത്തയെ ആകുമായിരുന്നില്ല. ഓക്കെ, സോ ഇദ്ദേഹം പണ്ടും ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിമാൻഡ്സൊക്കെ വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പണ്ട് ഇയാൾ വേറൊരു ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആരായിരുന്നു, പേരിപ്പോൾ എന്താണ്, ജോർജിയ മെലോനി. അന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൗസ് ഓൺ എർത്ത് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദി ഹാൻഡ് ഇൻ മാരേജ് ഓഫ് ഇറ്റലീസ് പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനി. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്ററായ സുന്ദരിയായ ജോർജിയ മെലോനിയെ എനിക്ക് കല്യാണം കഴിച്ച് തരികയാണെങ്കിൽ ഞാൻ 100 അങ്കോളെ കൗസ് തരാം. ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പശുക്കളാണ് അങ്കോളെ പശുക്കൾ. 100 എണ്ണം ഞാൻ തരാം, എനിക്ക് അവളെ കെട്ടിച്ചു തരണം എന്നാണ് പണ്ട് ഇവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവൻ അതുപോലൊരു സൈക്കാണോ എന്ന് വരെ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു സൈന്യാധിപൻ ആണ് ഇവൻ. ഓക്കെ, സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ചിത്രം നമ്മൾ കാണേണ്ടത്. ഇതുവരെ ടർക്കിയെ മറുപടിയൊന്നും പറഞ്ഞില്ല, എന്നാൽ മറുപടി പറഞ്ഞു ആര്? സൊമാലിയ. നോക്കാം എന്താണ് പറഞ്ഞത്. സൊമാലിയാസ് പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മെഹമൂദ് എന്ന് പറഞ്ഞാൽ സൊമാലിയയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹം പറഞ്ഞു, സൊമാലിയ കുഡ് നൗ ടേക്ക് ചാർജ് ഓഫ് ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റി. സൊമാലിയയ്ക്ക് ഇപ്പോൾ സ്വന്തം കൺട്രിയുടെ സെക്യൂരിറ്റി എടുക്കാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഷുഡ് നൗ ടേക്ക് ചാർജ് ഓഫ് ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റി ആൻഡ് ഷുഡ് ബിഡ് ഫെയർവെൽ ടു ഉഗാണ്ടൻ ട്രൂപ്സ്. നല്ലൊരു യാത്രയയപ്പ് ഉഗാണ്ടൻ ട്രൂപ്സിന് കൊടുക്കണം. സിഗ്നലിംഗ് എ പൊട്ടൻഷ്യൽ ഷിഫ്റ്റ് ഇൻ വൺ ഓഫ് ദി ആഫ്രിക്കാസ് മോസ്റ്റ് ക്രിട്ടിക്കൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്സ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആഫ്രിക്കയുടെ ഒരു ക്രിട്ടിക്കൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, വി ഷുഡ് ടെൽ ഉഗാണ്ടൻസ് താങ്ക് യു ആൻഡ് അസലാം, ബൈ എന്ന് നമ്മൾ പറയണം. അവരെ ഉടനെ ഇവിടുന്ന് തിരിച്ചു വിടണം, സെക്യൂരിറ്റിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളൊരു മറുപടി. റീസൺ ബീയിങ്, ഇയാളുടെ ഒരു ഇൻജെന്യൂനായിട്ടുള്ള ഈ ഡിമാൻഡ്സ് ഒന്നും ആരും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹവും ആളുകളും പറയുന്നതാണ്, അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ, വേൾഡിൽ ഗ്ലോബൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഡിമാൻഡ്സ് വെക്കുന്നത് എന്നാണ് പറയുന്നത്. അതർവൈസ് ഉഗാണ്ട ഈസ് ആൻ ആഫ്രിക്കൻ കൺട്രി, സോ അത്രയൊന്നും പുരോഗമനമൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ദേ ഗോട്ട് എ വെരി ഗുഡ് ആർമി ഓഫ് കോഴ്സ്. പക്ഷേ സൈന്യാധിപൻ കൈനരുഗാബയെ പോലുള്ള ഒരുത്തനായിപ്പോയി. ഓക്കെ, ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിഡിൽ ഈസ്റ്റിലെ വിശേഷങ്ങളുമായിട്ട് ഉടനെ മറ്റൊരു വീഡിയോയുമായിട്ട് വരും. കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. താങ്ക് യു വെരി മച്ച്. ബൈ.